ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഞാൻ കുറേ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ക്രേപ്പ് ഫാബ്രിക് ആണ്, പ്യുവർ ആയിട്ടുള്ള. അപ്പം നമ്മളിത് ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും, കാരണം പ്യുവർ ആണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു നല്ല അടിപൊളി മൊത്തം ഒരു ഫ്ലോറൽ വരുന്നതുകൊണ്ട് അതിൻ്റെ നെക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജോർജറ്റൊക്കെ ഒരു സ്ട്രെയിറ്റ് വി കൊടുത്ത് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അത് അത്രയും ഫിനിഷിങ് കിടക്കുന്നുണ്ട്. കണ്ടോ, നല്ല ആ ഫാബ്രിക് നല്ല സ്മൂത്ത് ആണ്. അപ്പം ഇതുപോലെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിലോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് റീസ്റ്റോക്ക് ചെയ്തിട്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ 2 പ്രിന്റ് ഉണ്ട്, അതുപോലെ 2 നെക്ക് പാറ്റേൺസിലോട്ടും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല, പ്ലെയിൻ ആയിട്ട് ഇതുപോലെ നല്ലൊരു സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഒരു വീതിയിൽ ഒരു ബോർഡർ പ്ലെയിൻ ജോർജറ്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവും എല്ലാം സിമ്പിൾ, സ്ലീവിലേക്ക് ബ്ലാക്ക് പ്ലെയിൻ ബോർഡർ ഒന്നും കൊടുക്കാൻ പോയില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ സ്ലീവ് പഫായിട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ നോർമൽ സ്ലീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പഫിലോട്ട് വേണമെങ്കിൽ പഫിലും ചെയ്യാം. ഇതുപോലെ ഒരു ഫ്രോക്ക്, ശരിക്കും ഒരു എക്സാക്റ്റ് ഒരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാം. അപ്പം ഇതാണ് ഫസ്റ്റ് ഈ ഒരു പ്രിന്റ് വരുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് വന്നേക്കുന്നത് കാണിച്ചാൽ ചെറിയൊരു പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട്, ചെറുത് കണ്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ചൊരു ബ്ലാക്കും ഒരു റെഡും കൂടെ കൂടുതൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ചെറിയൊരു പക്ഷെ നല്ല രസമുണ്ട്. 2 പ്രിന്റും ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ നെക്ക് നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ ഇതേപോലെ തന്നെ കൊടുത്തിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇന്നർ ട്രാൻസ്പെറന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തൊരു ചെറിയൊരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഈ ഒരു പ്രിന്റ്. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാട്ടോ. ചെറിയ അതുപോലെ ബാക്ക് സൈഡ് ആ പ്രിന്റ് ഇതേപോലെയാണ് ഇങ്ങനെ വരുന്നത്. പ്യുവർ ക്രേപ്പ് ഫാബ്രിക് ആണ്. അപ്പോൾ പ്ലീറ്റ്സ് വരുമ്പോൾ അതിൽ ചെറുതായിട്ട് തോന്നുന്നത്. അപ്പം യോക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ. ഓക്കെ, അപ്പം ഞാൻ വേറെ ഏതൊക്കെ പ്രിന്റും ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ഫാബ്രിക് ഇതുപോലെയാണ് ബാക്ക് വരുന്ന. സ്ലീവ് ഇതിന്റെ എല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പഫ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫ്രോക്ക് ലുക്കിലേക്ക് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഞാൻ ഇതും കൂടെ വെയർ ചെയ്ത് കാണിച്ചു തരാം. 2 പ്രിന്റും നിങ്ങളിപ്പോൾ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും വേറെ വേറെ ഭംഗിയാണ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ്. കണ്ടോ, ഇതിന് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. നമ്മൾ ഇന്നർ കാണാത്ത രീതിയിൽ അത് ട്രാൻസ്പെറന്റ് അവിടെ പീസ് വെക്കുന്നുണ്ട്, അങ്ങനെ വേണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. ഇതുപോലെ നമ്മൾ നെക്ക് പോർഷൻ ഇതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതുപോലെ അകത്തൊരു പോർഷൻ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ലൈനിങ് പോർഷൻ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലേസ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് സ്ലീവിന്റെ എൻഡിലോട്ടും എല്ലാം കൊടുക്കണമെന്നുണ്ടായി, പക്ഷെ നമുക്ക് ടൈം ഉണ്ടായില്ല. അപ്പോൾ ലെങ്ത് ഇതിന്റെ കുറച്ചും കൂടി ഒരു കൂട്ടിയിട്ട് ചെയ്തേക്കുന്നത്. അതായത് വേണമെങ്കിൽ ഒരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ ഇതിന്റെ പ്രിന്റ് ഇതേപോലെയാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. നെക്ക് പാറ്റേൺ ഇതുപോലെ ഈ ഒരു ലുക്കിലായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ വെയർ ചെയ്തതിന്റെ ഒരു പ്രിന്റും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നേരത്തെ വെയർ ചെയ്തതിന്റെ പ്രിന്റ്. കണ്ടോ, ഇതുപോലെ നമുക്ക് അത്രയും ഡിഫറൻസ് മനസ്സിലാവില്ല, പക്ഷെ ഇതിൽ കുറച്ചും കൂടെ ആ ഒരു ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ നെക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എല്ലാം നോർമൽ തന്നെ. ബാക്ക് സൈഡ് ഈ ഒരു പ്രിന്റ് കണ്ടോ, ഇതുപോലെ നല്ലൊരു പ്യുവർ ക്രേപ്പ് ഫാബ്രിക് കണ്ടോ. ഷിഫോൺ പ്ലസ് ഒരു ക്രേപ്പ് അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പോൾ അതിന്റെ 2ന്റെയും കൂടെ ലുക്ക് ഇതേപോലെ ആയിരിക്കും. 2ഉം വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രിന്റിൽ വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഏത് പാറ്റേൺ ആണെന്ന് പറഞ്ഞാലും മതി. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.